ഹലോ ഹായ് ഗുഡ് ഈവനിങ് ഓൾ. എല്ലാ ദിവസവും ചെയ്തു വരുന്ന നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വീക്കെൻഡൊക്കെ കഴിഞ്ഞ് ഇനി നാളെ നമുക്ക് നല്ലൊരു ഡേ നല്ലൊരു ഒരു ട്രേഡിംഗ് ഡേയ്സ് ഒക്കെ തുടങ്ങാൻ പോവാണ്. അത് നല്ല ഡേ ആവട്ടെ എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അതിലേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ മാക്സിമം ഇതിലൂടെ നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കാൻ നോക്കുക. ആൻഡ് മാക്സിമം എല്ലാവരും ഒന്ന് ചാനൽ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്നും കൂടി ഒന്ന് പറയാണ്. അപ്പോൾ കാര്യങ്ങൾ നമ്മൾ എല്ലാ ദിവസവും പറയുന്ന മാതിരി നമുക്ക് ലാസ്റ്റ് ഫ്രൈഡേ ഉണ്ടായത് ഒരു ഇൻട്രാഡേ അനാലിസിസ് ഉണ്ട്. ഫ്രൈഡേയിൽ നമ്മൾ തേഴ്സ്ഡേയുടെ അനാലിസിസിൽ നമ്മൾ പറഞ്ഞായിരുന്നു നമുക്കൊരു DIs അല്ലെങ്കിൽ പ്രോയിന്റെ ഒരു സ്റ്റോപ്പ് നമുക്ക് അവിടെ കാണാമായിരുന്നു. എക്സാക്ട്ലി നമുക്ക് നല്ലൊരു ഓപ്പണിംഗ് കിട്ടി. അവിടുന്ന് ഒരു കണ്ടിന്യൂഷൻ കിട്ടിയില്ല. നമുക്ക് പ്രോ നമ്മൾ പറഞ്ഞില്ലേ ഒരു സ്റ്റോപ്പ് ഇട്ടേക്കണ പോലെയാണ് പ്രോസ്. ഒരു ബൈയിങ്ങോ ഒന്നും ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് ഓപ്ഷൻസിലൊന്നും നടത്താണ്ടായിരുന്നു ഫ്രൈഡേ തേഴ്സ്ഡേ അവർ ക്ലോസ് ചെയ്തത്. അത് തന്നെ നമുക്ക് ഏകദേശം എക്സാക്ട്ലി നമുക്ക് ഫ്രൈഡേയും നമുക്ക് കാണാൻ പറ്റിയ ഒരു സപ്ലൈ സോണിന്റെ മേളിൽ നിന്നിട്ട് പോലും നമുക്കൊരു നല്ലൊരു മൂവ്മെന്റ് അവിടെ നിന്ന് കിട്ടിയില്ല. കംപ്ലീറ്റ്ലി സൈഡ് വേസ് ആയിരുന്നു. ആ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഓക്കെ. അപ്പോൾ അപ്പോൾ ഇതാണ് നമുക്ക് ഫ്രൈഡേ ഉണ്ടായത്. ഇത് ബാങ്ക് നിഫ്റ്റിയാണ്. നിഫ്റ്റിയാണ്. നിഫ്റ്റിയിൽ നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ലെവൽ 22,000 ലെവലായിരുന്നു. അവിടെ നമുക്ക് ചെറിയ രീതിയിലുള്ള പുട്ട് ബിൽഡിങ്ങും ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതിന്റെ എഫക്റ്റിലാകണം. ബിക്കോസ് കംപ്ലീറ്റ്ലി ആ സൈഡ് വേസ് മൂവ്മെന്റ് എന്നാണ് ആ പുട്ട് ബിൽഡിങ്ങും കൂടിയാണ് നമുക്ക് അവിടെ നിന്ന് ഒരു കോളും പ്ലസ് പുട്ട് ഒരു സ്ട്രാഡിൽ ഫോർമേഷൻ ആണ് അവിടെ ഉണ്ടായത്. അവിടെ നമുക്ക് ഒരു കംപ്ലീറ്റ്ലി സൈഡ് വേസ് ആയിട്ടുള്ള മാർക്കറ്റ് ആണ് കാണാൻ കഴിയുന്നത്. എക്സാക്ട്ലി നമുക്ക് അത് ഇവിടെ കാണാം. അതായിരുന്നു നിഫ്റ്റി ഉണ്ടായിരുന്നത്. ബാങ്ക് നിഫ്റ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റി നമ്മൾ പറഞ്ഞ ലെവലിൽ സപ്പോർട്ട് 46 ആയിരുന്നു. ആ 200 എന്ന ലെവലിൽ വന്നു. അവിടെയും നമുക്ക് സപ്പോർട്ട് വന്നു. ഇവിടെയും നമുക്ക് കോൾ ആൻഡ് പുട്ട് ഈക്വലി ബിൽഡിംഗ് ആയിരുന്നു. അവിടെയും നമുക്ക് എന്താണ് ഒരു മൂവ്മെന്റ് ഒരു ബ്രേക്ക്ഔട്ട് ഇവിടെ നോക്കി. അവിടെ സസ്റ്റെയിൻ ചെയ്തില്ല. വീണ്ടും താഴേക്ക് വന്നു. താഴെ സപ്പോർട്ട് എടുത്തു. ആ ഒരു ലെവലിൽ കുറച്ചൊരു നിഫ്റ്റിനെയും കാട്ടി കുറച്ചും കൂടി ഒരു വൈൽഡ് മൂവ്മെന്റ് ആണ് ബാങ്ക് നിഫ്റ്റിക്ക് ഉണ്ടായേ എന്ന് മാത്രം ഉള്ള വ്യത്യാസമുള്ളൂ. അപ്പൊ അതാണ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഇൻട്രാഡേ അനാലിസിസിൽ പറയുന്നത്. ഇനി നമുക്ക് എവിടെയാണ് പുട്ട് ആൻഡ് കോൾ ബിൽഡിംഗ് വന്നേക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ നോക്കാം. ആൻഡ് അതോടൊപ്പം തന്നെ നമുക്ക് വീക്ക്ലി ടൈം ഫ്രെയിമിലും കൂടി ലാസ്റ്റ് വീക്ക് ടൈം ഫ്രെയിം കൂടി ഒന്ന് ചെക്ക് ചെയ്യാനുണ്ട്. അതിൽ നമുക്ക് ലാസ്റ്റ് വീക്ക് ടൈം ഫ്രെയിം നമുക്കൊരു പോസിറ്റീവായിട്ടാണ് ക്ലോസിങ് വന്നേക്കുന്നത്. അതും കൂടി ഒന്ന് വെച്ച് നോക്കിയിട്ട് നമുക്ക് ഇനി വരുന്ന ദിവസങ്ങൾ എങ്ങനെയാണ് അതിന്റെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പൊ നമുക്ക് അനാലിസിസിലേക്ക് പോവാം. ഓപ്പൺ ഇൻട്രസ്റ്റില് അനാലിസിസ്. ഓക്കെ. നിഫ്റ്റി സ്റ്റിൽ സ്ട്രാഡിലാണ്. നമുക്ക് 22,000 സ്ട്രാഡിലാണ്. ഹിസ്റ്റോറിക്കൽ അനാലിസിസിൽ വെച്ച് നോക്കുമ്പോൾ വിത്ത് സപ്പോർട്ടാണ്. PCR 1 കാണിക്കുന്നുണ്ട്. പോസിറ്റീവ് ആണ്. നമുക്ക് എവിടെയും കോൾ ബിൽഡിംഗ് ഇവിടെ കാണാനും കഴിഞ്ഞിട്ടില്ല. അത് നമുക്ക് പോസിറ്റീവ് ആണ്. റെസിസ്റ്റൻസ് 22,500 അതും കറണ്ട് മന്തും കൂടിയാണ്. ഓക്കെ. റെസിസ്റ്റൻസ് 22,500 ആണ് സ്റ്റിൽ. ബട്ട് നമുക്കൊരു 22,100 ഒരു സ്ട്രാഡിൽ ഫോർമേഷൻ പോകുന്നുണ്ട്. കോളിനേക്കാളും നമുക്ക് ഇവിടെ പുട്ട് ബിൽഡിങ്ങും വലുതായിട്ടൊന്നും കാണുന്നില്ല. 21,700 നമുക്ക് ഒരു സപ്പോർട്ടും 22,000 ഒരു സ്ട്രാഡിലും കറന്റ് 22,500 ആണ്. അതിന് നാളെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടന്റ് ഉണ്ടാവോ എന്ന കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് ടെലിഗ്രാമിൽ നമുക്കത് ഇത് ചെയ്യാം. നമുക്ക് മെസ്സേജ് ചെയ്യാം. അപ്പോ നമുക്ക് 22,000 എന്നുള്ള സ്ട്രാഡിൽ ഫോർമേഷനിൽ വെക്കാം. 22,000 നമുക്ക് സ്ട്രാഡിലാക്കുകയാണ്. അത് വിത്ത് സപ്പോർട്ട് ആയതുകൊണ്ട് നമ്മൾ ലൈറ്റ് യെല്ലോ കൊടുക്കുക. 22,900 ഒക്കെ ഇപ്പോൾ അത്യാവശ്യമില്ല. 21,700 തന്നെയാണ് നമുക്ക് സപ്പോർട്ട് വരുന്നത്. ഇവിടെ ഓൾ ടൈം ഹൈ ഉണ്ട്. അതാണ് നമ്മൾ ബ്ലാക്കിൽ കൊടുത്തേക്കണേ. ഓൾ ടൈം ഹൈ എപ്പോഴും ശ്രദ്ധിക്കുക. നാളെ വന്നാൽ നമുക്ക് എങ്ങനെയാണ് അതിന്റെ ഓപ്പണിംഗ് നോക്കിയിട്ട് നമുക്ക് അതിൽ ഡിസ്കസ് ചെയ്യാം. പിന്നെ നമുക്ക് ചാനലിന്റെ ഹൈ ആണ് പിന്നെ നമ്മൾ നിൽക്കുന്നത്. അതിന്റെ റെസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നത് ചാനലിന്റെ ഹൈ ആണ്. നമുക്ക് റെസിസ്റ്റൻസ് 22,500 ആണ്. അത് നമ്മുടെ
ചാനൽ ഹൈയും കൂടിയാണ്. സോ അത് നമുക്ക് വീക്ക്ലി അനാലിസിസിൽ നോക്കാം. സോ അപ്പോൾ അതാണ് നിഫ്റ്റിയുടെ ഒരു ഓവറോൾ അനാലിസിസ്. 22,000 സ്ട്രാഡിലുണ്ട്. അത് കഴിഞ്ഞ് മേളിൽ ഓൾ ടൈം ഹൈൻ്റെ റെസിസ്റ്റൻസ് എന്തായാലും ഉണ്ടാവും. അത് നമുക്ക് റെസിസ്റ്റൻസ് ലെവലാണ് 22,500. സപ്പോർട്ട് വരുന്നത് 21,700 ആണ് ഇനീഷ്യലി നമ്മൾ ഇപ്പോൾ കറന്റിൽ വെച്ച് നോക്കുമ്പോൾ. ദെൻ ഇനി നമുക്ക് നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു വീക്ക്ലി അനാലിസിസ് നോക്കാം. ഓക്കെ, ബാങ്ക് നിഫ്റ്റിക്ക് 2 സ്ഥലത്ത് സ്ട്രാഡൽ ഫോർമേഷൻ ഉണ്ട്. 46-ലും ഉണ്ട്, 46,500-ലും ഉണ്ട്. ലാർജ് റെസിസ്റ്റൻസ് വരുന്നത് 47-ലാണ്. ഫസ്റ്റ് സപ്പോർട്ട് 45,500 ഉണ്ട്. ദെൻ നമുക്ക് 45,000-ലുണ്ട്. സോ ഒരു വലിയ പിക്ചറാണ് ബാങ്ക് നിഫ്റ്റി വരുന്നത്. PCR 0.9 ആണ്. വേണമെങ്കിൽ കുറച്ചും കൂടി PCR കൂടാനുള്ള ചാൻസ് ആണ് ബാങ്ക് നിഫ്റ്റിക്ക് വരുന്നത്. സോ നമുക്ക് 46,500-ൽ വിത്ത് റെസിസ്റ്റൻസ് ആയിട്ടുള്ള സ്ട്രാഡൽ ഫോർമേഷൻ ആണ് വരുന്നത് 46,500. സോ ഈ 46,500 നമ്മൾ വിത്ത് റെസിസ്റ്റൻസ് അവിടെ നമ്മൾ ഈക്വലി ഇങ്ങനെ തന്നെ വെച്ചേക്ക് പോവാം. ബിക്കോസ് അവിടെ നമുക്ക് പുട്ടുണ്ട്, കോളുണ്ട്. വിത്ത് റെസിസ്റ്റൻസ് ആണ് നമുക്ക് അധികമായിട്ട് വരുന്നത്. ആൻഡ് 46,000-ലാണ് നമുക്ക് വിത്ത് സപ്പോർട്ട് സ്ട്രാഡൽ ഫോർമേഷൻ വരുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ വിത്ത് സപ്പോർട്ട് അവിടെ നമ്മൾ ലൈറ്റ് യെല്ലോ ആയിട്ട് തന്നെ കൊടുത്തേക്കുന്നത്. അപ്പോൾ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. ദെൻ അതാണ് വിത്ത് സപ്പോർട്ടായിട്ട് നമുക്ക് അവിടെയാണുള്ളത് 46,000 ആൻഡ് 46,500 ആൻഡ് 42. ഇപ്പോൾ നമുക്ക് ലാസ്റ്റിൽ ഇവിടെ വേറെ ഒന്നും അങ്ങനെ വലിയ രീതിയിലൊന്നും കാണാൻ കഴിയുന്നില്ല. ദെൻ 45,500-ൽ ഒരു ഇനീഷ്യൽ സപ്പോർട്ട് നമുക്ക് കാണുന്നുണ്ട്. 45,000-ൽ സപ്പോർട്ട് ഉണ്ട്. ദെൻ 45,500-ഉം നമുക്ക് സപ്പോർട്ടായിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, 45,500 ഇവിടെ വരും. ഇത് നമുക്കൊരു നല്ല സപ്പോർട്ടായിട്ട് ഇവിടെയും ബാങ്ക് നിഫ്റ്റി സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ദെൻ സ്ട്രാഡിലുണ്ട്. ദെൻ അഗെയിൻ 46,200-ൻ്റെ അത് മാറ്റാണ്. 46,500-ൽ വിത്ത് സപ്പോർട്ടിൽ ഒരു ഇത് വരുന്നുണ്ട്. ദെൻ പിന്നെ നമുക്ക് നല്ല റെസിസ്റ്റൻസ് വരുന്നത് 47,000-ലാണ്. അവിടെ നമുക്കാണ് നല്ല റെസിസ്റ്റൻസ് വരുന്നത്. അവിടെ നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. ഇവിടെ നോക്കുമ്പോൾ കാണാം നമുക്ക് 46,500 പിന്നെ 47,000 ആണ്. സോ അപ്പോൾ അതാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ഓവറോൾ പിക്ചർ. സ്ട്രാഡിൽ 2 സ്ട്രാഡൽ ഫോർമേഷൻ ഉണ്ട്. 2 സ്ട്രാഡൽ ഫോർമേഷൻ ശ്രദ്ധിക്കുക. ആൻഡ് ഇതിൽ എവിടെയാണ് നമുക്ക് ഒരു മൂവ്മെന്റ്, ഏത് സൈഡിലേക്ക് മൂവ്മെന്റ് അല്ലെങ്കിൽ അവിടെ കൺസോൾട്ടേഷൻ ഉള്ള കാര്യങ്ങൾ നമുക്ക് മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം നമുക്ക് ടെലിഗ്രാമിലൂടെ അറിയിക്കാം. സോ അത് നമുക്ക് അതിലാക്കാം. അപ്പോൾ ഓവറോൾ പിക്ചർ, ബാങ്ക് നിഫ്റ്റിയുടെ ഓവറോൾ പിക്ചർ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. റെസിസ്റ്റൻസ്, സപ്പോർട്ട്, സ്ട്രാഡിൽ. സോ സ്ട്രാഡിൽ എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് കോൾ ആൻഡ് പുട്ട് ബിൽഡിംഗ് ആണ്. അവിടെ നമുക്ക് ഒരു കൺസോൾട്ടേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അത് ബ്രേക്ക് ചെയ്താൽ നമുക്ക് ഒരു മൂവ്മെന്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. സോ അതാണ് നമ്മൾ എപ്പോഴും സ്ട്രാഡിലിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കുക. ദെൻ ഇനി നമുക്ക് FIDA ഡാറ്റ ഒന്ന് നോക്കാം. ഇനി നെക്സ്റ്റ് ഇതിലേക്ക് എങ്ങനെ FIDA ഡാറ്റ നോക്കാം. FIDA ഡാറ്റ എന്തോ ഒരു ചെറിയൊരു എറർ കാണിക്കുന്നുണ്ട് സമ്മറിയിൽ. ഓക്കെ, നമുക്ക് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് വെച്ചൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ നമ്മൾ നോക്കുമ്പോൾ സ്റ്റിൽ കോളിന്റെ ഒരു അൺവൈൻഡിങ് കാണാം. അവിടെ നമുക്ക് കോൾ ബിൽഡിങ് കാണുന്നില്ല. അത് നമുക്ക് നല്ലൊരു പോസിറ്റീവ് അല്ല, ബിയറിഷ് ആണ്, -82 ആണ്. അതോടൊപ്പം തന്നെ പുട്ടും അവിടെ ബൈ സൈഡിലേക്ക് വരുന്നില്ല. FIS വെച്ച് നോക്കുമ്പോൾ പുട്ടും ഡൗൺ തന്നെയാണ്. അപ്പോൾ മീൻസ് കോളിന്റെ അത്രയും ഡൗൺ ആയിട്ടില്ല എന്ന് മാത്രം. സോ അപ്പോൾ നമുക്ക് എന്താക്കാം, അവിടെ ഒരു കൺസോൾട്ടേഷൻ നമ്മൾ ഓവറോൾ പറഞ്ഞാൽ അവിടെ നമുക്കൊരു നെഗറ്റീവ് ന്യൂട്രൽ ആണ് കാണുന്നത്. ആൻഡ് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലാണെങ്കിൽ ചെറിയൊരു ബൈയിങ് നടത്തിയിട്ടുണ്ട്. 6,400-ന്റെ ചെറിയ ബൈയിങ്. ഓൾമോസ്റ്റ് ലാസ്റ്റ് വീക്ക് എല്ലാം ചെറിയ രീതിയിൽ മാത്രമാണ് ഫ്യൂച്ചേഴ്സിൽ FIS നിന്നിട്ടുള്ളൂ. ദെൻ ഇനി നമുക്ക് OAയുടെ ഇൻഡെക്സ് ഓപ്ഷൻസ് വെച്ച് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് കുറച്ചൊരു നെഗറ്റീവ് ആയിട്ടാണ്. ബിക്കോസ് കോളിന്റെ ഒരു 55,000-ന്റെ ഒരു അൺവൈൻഡിങ്ങും ദെൻ പുട്ടാണെങ്കിൽ അവിടെ നമുക്ക് ഒരു ബിൽഡിംഗ് വരുന്നു 79,000. സോ അത് എന്താ പറയുക, ഒരു ബിയറിഷ്നെസിന്റെ ഒരു ഇതാണ്. ബിക്കോസ് പുട്ടിലേക്കാണ് ആൾക്കാർ കുറച്ചും കൂടി അധികം ഒരു ലോങ് ആയിട്ട് നോക്കുന്നത്. ബട്ട് ഇവിടെ നമ്മൾ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞ് 83, 82, 83 ആ ലെവലിലായിരുന്നു. നമുക്ക് ലാസ്റ്റ് ഫ്രൈഡേ ഉണ്ടായത് 68. അവിടെ നമുക്ക് കുറഞ്ഞു വരുന്നുണ്ട്. അതും ഒരു പോസിറ്റീവ് സൈൻ ആയിട്ട് നമുക്ക് കാണാം. അപ്പൊ അതാണ് FISന്റെ. ഇനി നമുക്ക് പ്രോയിന്റെ വെച്ച് നോക്കാം. പ്രോയിൽ നമുക്ക് എങ്ങനെയാണ് ഇൻഡെക്സ് ഓപ്ഷൻസ് നോക്കാം. ഇൻഡെക്സ് ഓപ്ഷൻ സ്റ്റിൽ അവർ ബുള്ളിഷ് സൈഡിലേക്ക് കുറച്ച് വന്നിട്ടുള്ളൂ. ആൻഡ് പുട്ട് കുറച്ച് ആയിരുന്നുള്ളൂ. അവിടെ നമുക്ക് എന്താണ്, നമ്മൾ
പുട്ട് നമ്മൾ അൺവൈൻഡിങ് എന്ന് പറയുമ്പോൾ പുട്ട് അവർ കുറക്കുക എന്ന് പറയാം, അല്ലെങ്കിൽ സെല്ല് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് പുട്ട് വാങ്ങാന്ന് പറഞ്ഞാലാണ് കുറച്ചും കൂടി ബിയറിഷ്നെസ് കൂടുക. ബട്ട് പുട്ട് സെല്ല് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഒരു കൺസോൾട്ടേഷൻ ആണ് മെയിൻ ആയിട്ട് നമ്മൾ നോക്കുക. അപ്പോൾ അവിടെ ഏകദേശം FAS ആൻഡ് പ്രോ ഏകദേശം നമുക്ക് അവിടെ ഒരു ലെവലിൽ വന്നിട്ടുണ്ട്. ബട്ട് ഇവിടെ നമുക്ക് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ ഒരു സെൽ സൈഡാണ് കാണുന്നത്, -5000 സെൽ സൈഡ് കാണാൻ കഴിയുന്നുണ്ട്. ബട്ട് അതൊരു വലിയ രീതിയിലുള്ള സെല്ലിങ് വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ചെറിയ ഒരു സെല്ലിങ് മാത്രമാണ് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ അവർ നടത്തിയിട്ടുള്ളൂ. ദെൻ OA ഇൻഡെക്സ് ഓപ്ഷൻസിൽ വെച്ച് നോക്കുമ്പോൾ അവർ പോസിറ്റീവ് ആണ്. പോസിറ്റീവ് കോൾ 1.7 ലാഖിന്റെ പോസിറ്റീവ് ആണ്. ദെൻ പുട്ടും അവർ ഇതായിട്ട് നിൽക്കുന്നത്. സോ ഓവറോൾ ഇൻഡെക്സ് ഓപ്ഷൻസിൽ അവർ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ദെൻ സ്റ്റിൽ ബൈലേക്ക് കുറച്ച് കുറഞ്ഞാണ് വരുന്നത്. അവിടെ നമുക്ക് കുറച്ച് പോസിറ്റീവായിട്ടും വരുന്നത്, ഇവിടെ നമുക്ക് കുറച്ചൊരു നെഗറ്റീവായിട്ടും വരുന്നുണ്ട്. സ്റ്റിൽ ബൈ സൈഡ് ആണെന്ന് പറയാം, 24,000 ബൈ സൈഡ് ആണെന്ന് പറയാം. സോ ഓവറോൾ നോക്കുമ്പോൾ ഇപ്പോഴും സ്ലൈറ്റ്ലി വിത്ത് പോസിറ്റീവ് ബയാസിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. ദെൻ ഇനി നമുക്ക് ഒരു ഓക്കെ സോറി നമുക്ക് ഇത് നോക്കിയില്ല, ക്യാഷ് മാർക്കറ്റ് നോക്കിയില്ല. ക്യാഷ് മാർക്കറ്റിൽ നമുക്ക് ഒരു FIAസിന്റെ രണ്ടും ബൈ സൈഡ് വരുന്നുണ്ട്. സോ അവിടെ നമുക്ക് ബിഗ് ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. സോ അതുകൊണ്ട് ഇക്വിറ്റിയിലും അവർ ബൈ സൈഡ് ബോത്ത് FIAസും DIAസും ബൈ സൈഡ്. DIAS 1500 പ്ലസ് ഉണ്ട്, FIAS ഒരു 250 crore പ്ലസ് മാത്രമേ ഉള്ളൂ. സോ അതാണ് നമ്മൾ ഓവറോൾ FIDA ഡാറ്റ നോക്കുമ്പോൾ കാണാൻ കഴിയുക. ദെൻ ഇനി നമുക്ക് നെക്സ്റ്റ് വീക്ക് ഇമ്പോർട്ടൻറ്റ് കലണ്ടർ ഒന്ന് നോക്കാം. ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാകുന്ന നോക്കാം. ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ആയിട്ട് 22 ഫെബ്രുവരിയിൽ ഒരെണ്ണം വരുന്നുണ്ട്, FOMC മിനിറ്റ്സ് വരുന്നുണ്ട്. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്, US നിന്നാണ്. സോ നമുക്കത് 12:30 AM ആയിരിക്കും നമുക്കത് റിഫ്ലക്ട് ചെയ്യുക. ആൻഡ് അപ്പോൾ വെനസ്ഡേ മാർക്കറ്റ് ക്ലോസ് ചെയ്താൽ തേഴ്സ്ഡേയിലേക്കുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ബിക്കോസ് അയൺ കൗണ്ടർ ഉള്ളവരൊന്ന് ശ്രദ്ധിക്കുക. ആൻഡ് എക്സ്പയറി ഡേയ്സ് ചെയ്യുന്നവർക്ക് മേ ബി അതൊരു പ്രോബ്ലം ആവാൻ ചാൻസസ് ഇല്ല. സോ അപ്പോൾ അതാണ് നിഫ്റ്റി എക്സ്പയറിക്കാണ് അത് വരിക. സോ അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക. മേ ബി നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ചിലപ്പോൾ രണ്ടും എക്സ്പയറി FOMC ഇത്തവണ 22-നായിരിക്കും. സോ അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ദെൻ ഇനി നമുക്കൊരു വീക്ക്ലി ടൈം ഫ്രെയിം വെച്ചും കൂടി ഒന്ന് നോക്കാം. വീക്ക്ലി ടൈം ഫ്രെയിമിൽ എങ്ങനെയാണ് എന്ന് നോക്കാം. ഓക്കെ, ഇത് നിഫ്റ്റിയുടെ വീക്ക്ലി ടൈം ഫ്രെയിം ആണ്. ഓക്കെ, സോറി അത് ബാങ്ക് നിഫ്റ്റി ആണ്. നിഫ്റ്റി ഓക്കെ, ഇവിടെയാണ് നിഫ്റ്റി വരുന്നത്. അവിടെ നല്ല ബുള്ളിഷ് ഏരിയ ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്തിട്ടുള്ളൂ. ആ ലെവലിൽ വന്നെയാണെങ്കിൽ നമ്മൾ എന്തായാലും ഡിസ്കസ് ചെയ്യും. ആൻഡ് ഇതാണ് നമ്മുടെ ചാനൽ. നമ്മൾ വീക്ക്ലി ടൈം ഫ്രെയിമിന്റെ ചാനൽ തന്നെ 4 hours എല്ലാം വർക്ക് ആവുന്ന ചാനൽ തന്നെയാണ്. നമുക്ക് ലാസ്റ്റ് ഡേ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് നല്ലൊരു ബുള്ളിഷ് ഹാമർ പാറ്റേൺ ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് നല്ലൊരു പോസിറ്റീവ് സൈൻ ആണ്. സോ അപ്പോൾ അതെല്ലാവരും മൈൻഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഒരു ലെവൽ മീൻസ് 21,700 നമ്മുടെ സപ്പോർട്ട് ലെവലും കൂടിയാണ്. അവിടെ വന്നാൽ ബൈയിങ്ങിന് നമുക്ക് ഇവിടെ നല്ല രീതിയിലുള്ള ബൈയിങ് കിട്ടിയ ഏരിയ ആണ്. അവിടെ ബൈയിങ്ങിന് വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ എങ്ങാലും ഈ ഒരു ലെവലിലേക്ക് ഒരു ടെസ്റ്റിന് വന്നാൽ ഈ ലെവല് ബിക്കോസ് 21,500 ആണ് സ്റ്റിൽ നമ്മൾ നെഗറ്റീവായിട്ട് പോയിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ലെവലിൽ വന്നാൽ നമുക്ക് സ്റ്റിൽ ഒരു ബൈ സൈഡിന് വേണ്ടിയുള്ളത് കാര്യങ്ങൾ ഇപ്പോഴും നോക്കാൻ പറ്റാവുന്ന കാര്യം തന്നെയുള്ളൂ. അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് വന്നാലും എല്ലാവരും അത് ശ്രദ്ധിക്കാൻ നോക്കുക. മാക്സിമം ടെലിഗ്രാം ചാനലിലൂടെ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ അത് അറിയിക്കാം. പൊസിഷൻസ് ഒക്കെ നിങ്ങളുടെ റിസ്കിൽ തന്നെയാണ്. ഒരിക്കലും ഇതൊരു ബൈ ആൻഡ് സെൽ കോളിൻ്റെ ഒരു ഇതേ അല്ല. സോ അത് ഓർമ്മിപ്പിക്കുകയാണ് ഒന്നും കൂടി. ദെൻ ഇനി ബാങ്ക് നിഫ്റ്റി വന്നാലും നമുക്ക് കാണാം. ബാങ്ക് നിഫ്റ്റി ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് വന്നു. ഇവിടെ നമുക്ക് ഇനി ഒരു കൺസോൾട്ടേഷൻ മീൻസ് ഒരു റീടെസ്റ്റ് പോലെയാണ് ഈ ഏരിയയിൽ നിന്ന് തന്നേക്കുന്നത്. ദെൻ ബാങ്ക് നിഫ്റ്റി പയ്യെ ഒന്ന് അപ്പ് ആവാൻ നോക്കുകയാണ്. അതിന്റെ ഒരു നല്ലൊരു കൺഫർമേഷൻ ഇതുപോലെ നമുക്ക് എന്താണ് വീക്ക്ലി ടൈം ഫ്രെയിമിലും നമുക്കൊരു പോസിറ്റീവ് ക്യാൻഡിൽ കാണാൻ കഴിയുന്നുണ്ട്. സോ അപ്പോൾ ബാങ്ക് നിഫ്റ്റിയും വരും ദിവസങ്ങളിൽ ശ്രദ്ധിക്കുക. ബിക്കോസ് ഇവിടെ നിന്ന് ബാങ്ക് നിഫ്റ്റി മാക്സിമം ബാങ്ക് നിഫ്റ്റി മേളിലേക്ക് തന്നെ പോകാനുള്ള ചാൻസ് ആണ് അധികവും ഉള്ളത്. ദെൻ ഇനി മീൻസ് എപ്പോൾ വേണമെങ്കിലും മാർക്കറ്റാണ്, നമ്മൾ പറയുന്നിടത്ത് നല്ല നിൽക്കുക. അപ്പോൾ ലെവൽസ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ആൻഡ് അതോടൊപ്പം FIDA ഡാറ്റ നോക്കുന്നുണ്ട്. ആ കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ച് പോയാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിൽ റൺ ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് നമ്മൾ ബിഹേവ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിലൂടെ സംസാരിക്കുന്നത്. സോ ആ
കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ എല്ലാവരും മാർക്കറ്റിൽ നോക്കുക എന്നും കൂടി പറയാണ്. ആൻഡ് ക്യാപിറ്റൽ സേഫ് ചെയ്യാനും നോക്കുക. അതിനുള്ള സ്ട്രാറ്റജീസ് നിങ്ങൾ കണ്ടുപിടിക്കുക. ഞാൻ അതല്ല എങ്കിൽ നമ്മളും ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് നമ്മൾ ഫോളോ ചെയ്യാവുന്നതാണ്. ആൻഡ് നിങ്ങൾ ഇതൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതോടൊപ്പം നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യാനും മറക്കാണ്ടിരിക്കുക. ആൻഡ് മറക്കില്ല എന്നറിയാം, സോ ഒന്നും കൂടി അത് ഓർമ്മിപ്പിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് യുവർ ക്യാപിറ്റൽ സേഫ് ഫോർ ദ നെക്സ്റ്റ് കമ്മിങ് ഡേയ്സ് ഫോർ ട്രേഡിംഗ്.